കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ അധികൃതരുടെ അനാസ്ഥയിൽ ദുരിതത്തിലായിരിക്കുകയാണ് പെരിറ്റോണിയൽ ഡയാലിസിസ് രോഗികൾ. ആശുപത്രി അധികൃതർ കരാർ കമ്പനിയുമായി ആശയവിനിമയം നടത്താതെ വന്നതോടെ രോഗികൾക്കായുള്ള ഫ്ലൂയിഡ് ബാഗുകളുടെ ലഭ്യത പൂർണ്ണമായും ഇല്ലാതെയായി. ഇതോടെ മാസം 30,000-ഓളം രൂപ മുടക്കി മരുന്ന് വാങ്ങേണ്ട അവസ്ഥയിലാണ് രോഗികൾ. ബാക്സ്റ്റർ കമ്പനിയുമായാണ് ബീച്ച് ആശുപത്രി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 മാസമായി ഇവിടെ മരുന്ന് ലഭിക്കുന്നില്ല. മാർച്ച് 13-ന് മരുന്ന് എത്തിക്കേണ്ടതുമായി ബന്ധപ്പെട്ട അപേക്ഷ ആശുപത്രിയിൽ നിന്ന് കമ്പനിക്ക് അയച്ചിരുന്നു എന്നാണ് രോഗികളോട് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്നാൽ കമ്പനി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ ആശുപത്രിയിൽ നിന്നുള്ള അപേക്ഷ പൂർണ്ണമല്ലാത്തതിനാൽ വിശദീകരണം തേടി നിരവധി തവണ അറിയിപ്പ് നൽകിയെന്നും അതിന് മറുപടി ലഭിക്കാത്തതിനാലാണ് മരുന്ന് വിതരണം ചെയ്യാത്തതെന്നും പറയുന്നു. ഞാൻ ഇങ്ങനെ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻ്റാണ്. ഫെബ്രുവരി 6-ാം തീയതി ശേഷം ആശുപത്രിയിൽ മരുന്ന് എത്തിയിട്ടില്ല. അവിടെ പോയി അന്വേഷിച്ചപ്പോൾ ബോക്സർ കമ്പനിക്ക് അവർ ഓർഡർ അയച്ചിട്ടുണ്ട്. മാർച്ച് 13-ാം തീയതി ഓർഡർ അയച്ചിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷേ കമ്പനിയിലെ എക്സിക്യൂട്ടീവ് സെയിൽസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇമെയിൽ അയച്ചാൽ എന്തൊക്കെയോ തകരാറുകളുണ്ട്, അതുകൊണ്ടത് ആണ് മരുന്ന് കിട്ടാത്തത്. അത് തിരുത്തി ഞാൻ അയക്കാൻ വേണ്ടിയിട്ട് പലവട്ടം പറഞ്ഞിട്ടും ആശുപത്രിയിൽ നിന്ന് യാതൊരു റെസ്പോൺസും ഉണ്ടായിട്ടില്ല എന്നാണ് സെയിൽസ് എക്സിക്യൂട്ടീവ് പറയുന്നത്. ദിവസം 3 മുതൽ 5 ഫ്ലൂയിഡ് വരെ ചെയ്യേണ്ടി വരുന്നവരുണ്ട്. ഒരു ബോക്സ് ഫ്ലൂയിഡ് വാങ്ങാൻ 2,000 രൂപയോളമാകും. ദിവസം 3 ഫ്ലൂയിഡ് ഉപയോഗിക്കേണ്ടി വരുന്നവർക്ക് മാസം 30,000-ഓളം രൂപയാണ് ചിലവ്. 27,000 റുപ്യ വേണ്ടി വരും. ഒരു പെട്ടിക്ക് 2,000-ഓളം റുപ്യ വരും. പണം കൊടുത്ത് വാങ്ങുകയാണ് ഇപ്പോൾ. 2,000-ഓളം റുപ്യക്ക് 2 ദിവസത്തേക്ക് അത് ഒക്കുള്ളൂ. ഒരു 3 പാക്ക് ഒരു ദിവസം ആവശ്യമുണ്ട്. മറ്റെല്ലാ ആശുപത്രികളിലും മരുന്ന് ലഭിക്കുമ്പോൾ ബീച്ച് ആശുപത്രിയിൽ രജിസ്റ്റർ ചെയ്തവരുടെ ദുരിതം തുടരുകയാണ്. ഇത് അവസാനിപ്പിക്കാൻ ആരോഗ്യവകുപ്പ് അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. ജനം, കോഴിക്കോട്.